ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊന്നും ഇടലില്ല, കുറച്ച് തിരക്കായതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ എണീറ്റു. അപ്പം മോളെ പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ അവൾക്കൊരു കട്ടനൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ചെറിയ മോള് നല്ല ഉറക്കമാണ് കേട്ടോ. ഇനി മോള് പോയി കുളിച്ചിട്ട് ട്യൂഷന് പോകണം. അപ്പോൾ അടുത്ത അലാറം അടിച്ചു, ഏട്ടനും എണീറ്റു. അപ്പോൾ ഏട്ടനും കട്ടൻ ചായയൊക്കെ കൊടുത്തു. ഇനി മോളെ കൊണ്ട് ട്യൂഷനാക്കണം ഏട്ടന്. അപ്പോൾ രണ്ടാളും മോള് കുളിക്കാൻ പോയിക്കാണ്. അപ്പോൾ എൻ്റെ അടുക്കളയിലെ കുറച്ച് പണികൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. നേരത്തെ കൂട്ടി എടുക്കണമെന്ന് വിചാരിച്ചതല്ല വീഡിയോ. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഷോർട്ടായിട്ട് എനിക്ക് എടുക്കാനും പറ്റുള്ളൂ. ഞാൻ തന്നെ ക്യാമറാമാനും ഞാൻ തന്നെ എഡിറ്ററും എല്ലാം ഞാൻ തന്നെ. അതുകൊണ്ട് തന്നെ കുറച്ച് പോർഷൻ വെച്ചിട്ടേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പണികൾ നടക്കണമല്ലോ. അപ്പം മോളിതാ കുളിച്ച് റെഡിയായി അവളെ ഒന്ന് ട്യൂഷന് കൊണ്ടാക്കാൻ പോയിക്കാണ്. രാവിലെ ട്യൂഷനുണ്ട്. അപ്പോൾ അവൾ പോയിട്ട് വരുന്ന മുന്നേ എനിക്ക് കുറേ ജോലികൾ ഒതുക്കാനുണ്ട്. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്. ചെറിയ മോൾ എണീറ്റ് വന്ന് കുറച്ച് നേരം ഏട്ടൻ്റെ അടുത്തിരുന്നു. അത് കഴിഞ്ഞ് അവൾക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ പാത്രം എടുക്കാൻ മേലെ കയറിയിരുന്നേനെ കേട്ടോ. അപ്പോഴേക്കും മൂത്താളെ വിളിക്കാൻ സമയമായി. അങ്ങനെ ഏട്ടൻ പോയി അവളെയും വിളിച്ചിട്ട് വന്നു. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. സാമ്പാർ ഇന്നലെ രാത്രി ഞാൻ വെച്ചിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായില്ലേ. അങ്ങനെ പെട്ടെന്ന് അവൾ കഴിച്ചിട്ട് കൊണ്ടുള്ള ചോറും റെഡിയാക്കിയിട്ടുണ്ട്. ചോറും ചിക്കനും എല്ലാം ഉണ്ട്. അപ്പോൾ അവളെ സ്കൂളിലാക്കിയിട്ട് ഏട്ടൻ അതുവഴി ജോലിക്ക് പോകും. അങ്ങനെ ഏട്ടനും പോകാൻ ഇറങ്ങി. മൂത്ത മോളെ അവിടെ സ്കൂളിലാക്കിയിട്ട് ഏട്ടൻ അതുവഴി ജോലിക്ക് പോകും. ഇനി ചെറിയ മോളെ ഞാൻ കൊണ്ടാക്കണം. മൂത്ത മോൾക്ക് നേരത്തെ പോകണം. അപ്പോൾ ചെറിയ മോക്കിനി 9:15 പോയാൽ മതി. അപ്പോൾ അവളെ ഞാനാണ് കൊണ്ടാക്കൽ. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അവൾ കുളിച്ച് റെഡിയാവണ സമയം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അടിച്ചു വാരിക്കൊണ്ട് നിന്നപ്പോഴാണ് ഓർമ്മിച്ചത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. ഇടയ്ക്കിടയ്ക്ക് അത് മറന്നു പോകും. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വാരി ഈ ഗ്യാപ്പിൽ ഇനിയിപ്പോൾ 1 മണിക്കൂർ സമയമേ ഉള്ളൂ. അതിനിടയ്ക്ക് വെച്ചിട്ട് കുറേ പണികളിങ്ങനെ ചെയ്യാനുണ്ട്. അപ്പം മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ടിട്ട് വേണം. ഇന്നലെ രാത്രി തന്നെ ഞാൻ തുണി കഴുകി മെഷീനിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് വിരിച്ചിടണം. അപ്പോൾ സമയമുള്ളതുപോലെയൊക്കെ തുണി ചിലപ്പോൾ രാത്രി തന്നെ കഴുകിയിടും. എന്നാൽ പിന്നെ ഒത്തിരിയൊന്നും ആവില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ആകുമ്പോൾ വേഗം അങ്ങ് കഴുകിയിട്ടാൽ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരി ഇനി ഇതാ എല്ലായിടവും ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് തുണിയൊക്കെ ഒന്ന് വിരിച്ചിടണം. തുണിയൊക്കെ വിരിച്ച് ആറാനിട്ടിട്ട് മോളെ ഒന്ന് തലയൊക്കെ കെട്ടിക്കൊടുത്ത് അവളെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അവൾ കുളിച്ചിട്ട് തലമുടി ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് രാവിലെ അങ്ങ് കുളിക്കുന്നത്. അപ്പം മുടിയൊക്കെ കെട്ടി വെച്ച് പോകുമ്പോൾ പിന്നെ ഉണങ്ങിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. വൈകുന്നേരം വന്നതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് സമയം കാണില്ല. മൂത്ത മോൾ താമസിച്ച് ആണ് സ്കൂളിൽ നിന്ന് വരൽ. അപ്പോൾ ആ സമയത്താണ് ചെറിയ മോളെയും കൂടി കൂട്ടൽ. അതുകൊണ്ട് പിന്നെ വന്നിട്ട് സമയമൊന്നും കിട്ടില്ല അവർക്ക്. അങ്ങനെ ഞാൻ ചെറിയ മോളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇനി ക്യാമറമാൻ എൻ്റെ ചെറിയ മോളാണ്. അപ്പോൾ ഞാൻ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇതുപോലുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ ഞങ്ങളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഞാനും ചെറിയ മോളും കൂടി ഇതാ സ്കൂളിലോട്ട് പോകുന്നു. ഇതാ സ്കൂളെത്താറായി കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ 2 മക്കളും പഠിക്കുന്ന സ്കൂള്. വണ്ടിയിൽ പോകണോണ്ടും ചെറിയ മോൾ വീഡിയോ എടുക്കണോണ്ടും ഉള്ള ഒരു ലാഞ്ചനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സ്കൂളിൻ്റെ ഗ്രൗണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് കയറി ഇനി മോളെ അവിടെ ആക്കിയിട്ട് എനിക്ക് ഇനി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ ചെറിയ മോളെ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി അവൾ അങ്ങ് ക്ലാസ്സിൽ കയറി പോയിക്കോളും. അങ്ങനെ അങ്ങ് പോയാലും അവൾ തിരിഞ്ഞു നോക്കി പോവുള്ളൂ. സമയം താമസിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഓടിയത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ ഇനി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് മെഷീനിൽ ലിക്വിഡൊക്കെ കഴിഞ്ഞിരുന്നു. അതൊക്കെ വാങ്ങി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഇന്നൊരു വലിയ ജോലിയുണ്ട്. ഞാൻ മാറ്റി വെച്ചിരുന്നൊരു ജോലിയാണ്. ഇനി അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ജോലി. പിന്നെ വന്നിട്ട് ഞാൻ ഒന്ന് അടിച്ചു വാരി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് ഇനി അടുത്ത ജോലിയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ജോലി. അപ്പോൾ പണ്ട് ഞങ്ങൾ ചെറുതായിരുന്നപ്പോഴൊക്കെ ഈ പുളിയൊക്കെ
ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നൊക്കെ വാങ്ങി ഉണക്കി അതൊക്കെ തോടൊക്കെ കളഞ്ഞ് അങ്ങനെ എടുക്കുമ്പോൾ കൊച്ചിലേക്ക് അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാൻ ഒരു രസമായിരുന്നു കേട്ടോ. നമുക്ക് അപ്പോൾ ഈ ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. ഇത് ഞാൻ ഉടച്ച പുളി കിട്ടിയത് കൊണ്ട് ഏട്ടൻ വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ അങ്ങനെ വെച്ചിരുന്നു. എന്നിട്ട് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി വെച്ചിരുന്നു. അതെല്ലാം ഞാൻ കുരുവൊക്കെ കളഞ്ഞെടുത്ത്. ഞങ്ങൾക്കിവിടെ നല്ല പുളി കിട്ടില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പം നാട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ആരും ഇല്ല വരാനും ഒന്നും. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോകുമ്പോഴാണ് വാങ്ങൽ. അങ്ങനെ ഞാൻ ഈ പുളിയെ പണ്ട് നമ്മൾ വെച്ചതുപോലെ ഒരു മൺചട്ടിയൊക്കെ വാങ്ങി അതിനെയൊക്കെ ഒന്ന് പഴക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ 2-3 മൺചട്ടിയൊക്കെ ഞാൻ വാങ്ങി വെച്ചിരുന്നു. അതിലൊരു മൺചട്ടി എടുത്ത് ഈ പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് നല്ലതായിട്ട് അതിൽ വെച്ച് ഇനി ഇതിനെ കെട്ടി വെച്ചിരിക്കണം. അപ്പം നമുക്ക് നല്ല അലിഞ്ഞ് നല്ല പുളി കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ച് പന്നലൊക്കെ ഉണ്ട്. അതിൽ കുരുവും തോടും എല്ലാം കൂടെ ഒക്കെ ആയിട്ടാണ് ഇവിടെ നിന്ന് വാങ്ങണ പുളിയൊക്കെ. അപ്പം നല്ലത് കിട്ടുമ്പോൾ അത് നോക്കി അങ്ങനെ വാങ്ങണം. അപ്പോൾ ഇനി കുറച്ച് മാസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനുള്ള നല്ല പുളിയായി. അപ്പോൾ ഈ പുളി ഊത്ത് എടുത്തപ്പോൾ തന്നെ ഒരുപാട് നേരമായി. ഇനി മക്കളെ വിളിക്കാൻ പോവാൻ വരെ സമയമായി. അപ്പം മക്കൾക്കുള്ള കുറച്ച് നെത്തൽ ഞാൻ ഒന്ന് മുളക് പുരട്ടി വെച്ചിരുന്നു. അതും ഒന്ന് പൊരിച്ച് പിന്നെ ഒരു മോര് കറിയും വെച്ച് രാവിലത്തെ കറിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ കൂടി ആക്കി. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മീൻ വേറെ ഉണ്ടായിരുന്നു കറി വെച്ചത്. അങ്ങനെ മക്കളെയൊക്കെ വിളിക്കാൻ പോയി, കുളിച്ച് റെഡിയായി, പെട്ടെന്ന് റെഡിയായി ഓടിപ്പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മൂത്ത മോൾക്ക് ഇന്നലെയും പറയുന്നുണ്ടായിരുന്നു കണ്ണ് ഇങ്ങനെ പ്രൊജക്ടറിലൊക്കെ നോക്കുമ്പം കണ്ണ് ഒരു വേദനയാണ്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഞാൻ വിളിക്കാൻ പോയപ്പോൾ പറഞ്ഞിങ്ങനെ കണ്ണ് വേദന ഉണ്ടെന്ന്. അപ്പോൾ നേരെ അവിടെ നിന്ന് തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വീട്ടിൽ പോവാമെന്ന്. അപ്പോൾ ഞാൻ സ്കൂട്ടിയിൽ പോയതല്ലേ, വണ്ടി പിന്നെ ഞാൻ അവിടെ ഒതുക്കി വെച്ചിട്ട് 3 ആൾക്കും കൂടി പോകാൻ പറ്റില്ലല്ലോ. ഹെൽമെറ്റ് കുറവാണ്. അപ്പോൾ ഹെൽമെറ്റ് ഇട്ട് 3 ആൾക്കും കൂടി പോകണമല്ലോ എന്ന് കരുതി പിന്നെ വണ്ടി ഒതുക്കി വെച്ച് ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അങ്ങനെ ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ കുട്ടികൾക്ക് പറയുമ്പോൾ പിന്നെ നമ്മൾ 2 തവണ അവൾ പറഞ്ഞു. അപ്പോൾ ഈ കണ്ണ് പ്രൊജക്ടറിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ അല്ലേ, അപ്പോൾ എപ്പോഴും പ്രൊജക്ടറിൽ അതിലും ഇതിലൊക്കെ അങ്ങനെ നോക്കിയിട്ട് കണ്ണിന് അങ്ങനെ ഒരു വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഒരു തുള്ളി മരുന്നൊക്കെ എഴുതി തന്നു. അതും വാങ്ങി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് അവർ പിന്നെ ഒന്നും കഴിച്ചില്ലല്ലോ, സമയം ഒരുപാടായി. അങ്ങനെ അവർക്ക് ഓരോ അവിൽ മിൽക്ക് വാങ്ങിക്കൊടുത്തു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുടിച്ചു. അപ്പോൾ അവർ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് വാങ്ങിയത്, ഞാനൊരു പിസ്ത അതും വാങ്ങി ഞങ്ങൾ കുടിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇനി ഇത്രയും സമയമായില്ലേ, അവർ 2 ആളും കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നില്ല. അപ്പോഴേക്കും ഏട്ടൻ വന്നു ചായക്കുള്ളതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ ഇനി ചായയൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ മുട്ട ബജിയാണ്. മുട്ട ബജി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായ ഇട്ട് ഏട്ടനും കൊടുത്ത് ഞാനും മക്കളൊക്കെ കഴിച്ചു. എന്നിട്ട് ഏട്ടൻ സ്പെഷ്യൽ അലുവ കൊണ്ടുവന്നിട്ടുണ്ട്. അലുവ എവിടെ കണ്ടാലും ഇത്തിരിയെങ്കിലും വാങ്ങാതിരിക്കില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു ചെമ്മീൻ ചമ്മന്തി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മോള് കുളിച്ചിട്ട് വന്ന് ചോറൊക്കെ കൊടുത്ത് അപ്പം കൊണ്ടുവന്ന് ചെമ്മീൻ ചമ്മന്തിയും കൂട്ടി അവൾ ചോറ് കഴിച്ച് പിന്നെ ഞങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.